പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറെ കണക്കുകൂട്ടലോടെയും കൗശലത്തോടെയും ആവിഷ്കരിച്ച് നടപ്പാക്കിയ രാഷ്ട്രീയ ആഖ്യാനത്തിന്റെ വായ്ത്തലമടയ്ക്കുന്ന രാഷ്ട്രീയ പ്രതികരണമാണ് രാജ്യത്തിന്റെ ഹിന്ദി ഹൃദയഭൂമിയിൽ ജെൻസി ജെൻ ആൽഫ തലമുറയിൽ നിന്ന് ഉയർന്നു വരുന്നത്. വിശ്വഗുരു, ന്യൂ ഇന്ത്യ, ആത്മനിർഭർ ഭാരത്, വികസിത് ഭാരത്, 2047 ലോകത്തെ മികച്ച സാമ്പത്തിക ശക്തി തുടങ്ങി മോഡിയുടെയും BJPയുടെയും രാഷ്ട്രീയ ആഖ്യാനങ്ങൾ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന വിശിഷ്യ BJP അധികാരം കൈയാളുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും സാധാരണക്കാരുടെയും പട്ടിണിപ്പാവങ്ങളുടെയും കുടുംബങ്ങളിൽ നിന്ന് വരുന്ന പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം നിറംകെട്ട അർത്ഥശൂന്യങ്ങളായ വാചാടോപത്തിനപ്പുറം യാതൊന്നുമല്ലെന്ന് ജെൻ ആൽഫ തെളിവുകൾ നിരത്തി പ്രഖ്യാപിക്കുകയാണ്. 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ച സ്കൂൾ ടീ കരോ പ്രസ്ഥാനം ഇനിയും പ്രായപൂർത്തി, വോട്ടവകാശം പോലും ലഭിച്ചിട്ടില്ലാത്ത വടക്കേ ഇന്ത്യയിലെ ഗ്രാമീണ നഗര വ്യത്യാസം കൂടാതെ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും തങ്ങൾ അഭിമുഖീകരിക്കുന്ന സ്കൂളുകളുടെ ശോച്യാവസ്ഥയിൽ ശക്തമായി പ്രതികരിക്കാൻ പ്രേരണയായി മാറിയിരിക്കുന്നു. നീറ്റ് പരീക്ഷയടക്കം ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചകൾക്കുമെതിരെ നടന്ന ജെൻസി പ്രക്ഷോഭം പ്രധാനമായി നഗരങ്ങളിലെയും പട്ടണങ്ങളിലെയും ഇടത്തരക്കാരായ കുടുംബങ്ങളിൽ നിന്നുള്ള യുവാക്കളുടെ ആശങ്കകളെയും പ്രതിഷേധത്തെയുമാണ് പ്രതിഫലിപ്പിച്ചതെങ്കിൽ സ്കൂൾ ടീക്കരോ സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള നിർഭാഗ്യരായ മാതാപിതാക്കളുടെ അവഗണിക്കപ്പെടുന്ന വലിയൊരു വിഭാഗം കുഞ്ഞുങ്ങളുടെ പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള മുറവിളിയാണ് ഉയർത്തുന്നത്. അത് വിദ്യാഭ്യാസം വരേണ്യരുടെ വിശേഷാധികാരവും കച്ചവടവുമാക്കി മാറ്റുന്ന മോഡി സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. സ്കൂൾ ടീക്കരോ പ്രസ്ഥാനം ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും BJPയുടെ ഡബിൾ എഞ്ചിൻ സർക്കാരുകളെ അത് അക്ഷരാർത്ഥത്തിൽ പിടിച്ചുലയ്ക്കുകയും പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരിക്കുന്നു. എരുമത്തൊഴുത്തുകളിലും ഏതു നിമിഷവും തകർന്നു വീഴാറായ പുരാതന കെട്ടിടങ്ങളിലും പ്രവർത്തിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായി ടോയ്ലറ്റുകളിലില്ലാത്ത കുടിവെള്ളമോ വൈദ്യുതിയോ ബെഞ്ചുകളോ ഡെസ്കുകളോ വേണ്ടത്ര അധ്യാപകരോ വിദ്യാർത്ഥികൾക്ക് സഞ്ചാരയോഗ്യമായ പാതകളോ ഇല്ലാത്ത നൂറുകണക്കിന് സർക്കാർ സ്കൂളുകളുമായാണ് മോഡിയുടെയും BJPയുടെയും വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയെന്ന് തുറന്നുകാട്ടുകയാണ് ജെൻ ആൽഫ തലമുറ. UPയും രാജസ്ഥാനും മധ്യപ്രദേശും അടക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാളിലും BJP സർക്കാരുകൾക്കും അവർ നിയന്ത്രിക്കുന്ന ഭരണയന്ത്രങ്ങൾക്കും ജെൻ ആൽഫ ഉന്നയിച്ച ആവശ്യങ്ങൾ അവഗണിക്കാൻ കഴിയാത്തത്ര സമ്മർദ്ദമാണ് അവരുടെയും സമൂഹത്തിന്റെ ആകെയും ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നതെന്ന് അത് സംബന്ധിച്ച വാർത്തകൾ വ്യക്തമാക്കുന്നു. ആ സംസ്ഥാനങ്ങളിലെ ഇരട്ട ഇന്ത്യൻ സർക്കാരുകളും BJP സംഘപരിവാർ ആൾക്കൂട്ടങ്ങളും അയച്ചുവിട്ട അക്രമങ്ങളിൽ ബംഗാളിൽ ഒരു CJP പ്രവർത്തകന്റെ പിതാവിന് രക്തസാക്ഷിയാകേണ്ടി വന്നു. ബംഗാളിലെ BJP സർക്കാർ വെച്ചു നീട്ടിയ നഷ്ടപരിഹാര തുക കൈപ്പറ്റാൻ വിസമ്മതിച്ച മകൻ ആ പണം ഉപയോഗിച്ച് തന്റെ ഗ്രാമത്തിലെ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനാണ് ആവശ്യപ്പെട്ടത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സ്കൂളുകളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് സ്കൂൾ ടീക്കരോ പ്രവർത്തകരെയും പൊതുജനങ്ങളെയും മാധ്യമങ്ങളെയും നിരോധിച്ചുകൊണ്ട് സർക്കാരുകൾ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. രാജസ്ഥാനിൽ എരുമത്തൊഴുത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്കൂൾ സന്ദർശിക്കാനെത്തിയ CJP പ്രവർത്തകരെ BJP സംഘപരിവാർ ഗുണ്ടകൾ കയ്യേറ്റം ചെയ്യുകയും അവർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ തല്ലി തകർക്കുകയും ഉണ്ടായി. മഹാരാഷ്ട്രയിലെ ലാത്തൂരിലെ ഒരു സർക്കാർ സ്കൂളിന്റെ ശോച്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന അഭിജിത് ദിബ്കയ്ക്കും കൂട്ടർക്കുമെതിരെ അതിക്രമിച്ചു കടക്കൽ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചുമത്തി കേസെടുത്തിരുന്നു. സാർവത്രികവും സൗജന്യവുമായ സ്കൂൾ വിദ്യാഭ്യാസം എന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്തം അട്ടിമറിച്ച BJPയുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അങ്കലാപ്പിലും പ്രതിരോധത്തിലുമാണ്. ഓരോ സമൂഹത്തിലുമുള്ള സാമ്പത്തികവും സാമൂഹികവുമായ വൈരുദ്ധ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ മൂർജിക്കുകയും അത് അവയുടെ തകർച്ചയിലേക്കും പുതിയ മെച്ചപ്പെട്ട ഒരു സമൂഹത്തിന്റെ സൃഷ്ടിയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നത് ചരിത്രത്തിന്റെയും സാമൂഹ്യ ശാസ്ത്രത്തിന്റെയും തത്വചിന്തയുടെയും അടിസ്ഥാന പ്രമാണമാണ്. നിലവിലുള്ള സമൂഹത്തിന്റെ തകർച്ചയുടെയും പുതിയ സമൂഹ സൃഷ്ടിയുടെയും ബീജം ആ സമൂഹം തന്നെ വഹിക്കുന്നുവെന്നതും അനിഷേധ്യമായ വസ്തുതയാണ്. കഴിഞ്ഞ 13 വർഷങ്ങളായി മോഡി സാമൂഹ്യ മാധ്യമങ്ങളെ കൗശലപൂർവ്വം പ്രയോഗിച്ച് കെട്ടിപ്പടുത്ത രാഷ്ട്രീയ ആഖ്യാനം അതിന്റെ തന്നെ ഏറ്റവും പുതിയ പതിപ്പുകളെ പ്രയോഗിച്ച് വെല്ലുവിളിക്കുകയാണ് ജെൻസി ജെൻ ആൽഫ തലമുറകൾ. സാമൂഹ്യ മാധ്യമങ്ങൾ വഴി BJPയും സംഘപരിവാരും കെട്ടിപ്പടുത്ത രാഷ്ട്രീയ ആഖ്യാനമാണ് അതിന്റെ പൊള്ളത്തരത്തിന്റെ നേർക്കാഴ്ചകൾ നിരത്തി പുതുതലമുറ പൊളിച്ചെടുക്കുന്നത്. അത്തരമൊരു തകർച്ചയ്ക്ക് തടയിടാൻ തന്റെ മന്ത്രിമാരെയും MPമാർ ഉൾപ്പെടെ ജനപ്രതിനിധികളെയും ക്യാമ്പസുകളിലേക്കും സർക്കാർ സ്കൂളുകളിലേക്കും നിയോഗിച്ചുള്ള നീക്കം വിദ്യാഭ്യാസ രംഗത്തിന്റെ തകർച്ചയുടെയും ശോച്യാവസ്ഥയുടെ നേർചിത്രം കൂടുതൽ വ്യക്തതയോടെ പുറത്തു കൊണ്ടുവരാനും അതിനെതിരായ വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിന്റെയും രോക്ഷം ആളിക്കത്തിക്കാനും സഹായകമാവും എന്നു വേണം പ്രതീക്ഷിക്കാൻ. സമൂഹത്തിൽ നിലനിൽക്കുന്ന വൈരുദ്ധ്യങ്ങൾ തുറന്നു കാട്ടാനും സംഘർഷങ്ങൾക്ക് മൂർച്ച കൂട്ടാനും ആ സന്ദർശനങ്ങളെ പ്രയോജനപ്പെടുത്താൻ മാറ്റത്തിന്റെ ശക്തികൾക്ക് കഴിയണം. വിദ്യാഭ്യാസ രംഗത്തിന്റെ അലകും പിടിയും മാറ്റിമറിക്കുന്ന മാറ്റം അനിവാര്യമാണ്.